Hi everyone, this is Rashid from Auteves Academy. അങ്ങനെ Node.js ഉപയോഗിച്ചുകൊണ്ട് വളരെ പവർഫുൾ ആയ വെബ് ആപ്ലിക്കേഷനുകളുടെ ബാക്ക് എൻഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നമ്മൾ ഈ കോഴ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക് ആയ വേരിയബിൾസ്, അതുപോലെ വേരിയബിൾസിൽ തന്നെ വരുന്ന ലെറ്റ്, കോൺസ്റ്റ്, വാർ, ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണെന്നുള്ളത്, പിന്നെ അതുപോലെ തന്നെ ഡാറ്റ ടൈപ്സ് ആയ സ്ട്രിങ്, നമ്പർ, ബൂളിയൻ, അൺഡിഫൈൻഡ്, നമ്പർ, സിമ്പൽ എന്നിവ പോലുള്ള ഡാറ്റ ടൈപ്പുകൾ, പിന്നെ ഓപ്പറേറ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ കണ്ടീഷണൽസ്, ലൂപ്സ്, ഫങ്ഷൻസ്, ഒബ്ജക്ട്സ്, അറേസ്, ഇവൻറ്റ്സ് ആയ ക്ലിക്ക്, മൗസ് ഓവർ, കീ ഡൗൺ, ഡോം, കണ്ടന്റ് ലോഡഡ്, അങ്ങനെ പോലുള്ള ഇവൻറ്റുകൾ, ഡോം മാനിപ്പുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ആയിട്ട്, ക്വറി സെലക്ടർ ആയിട്ട്, ഇന്നർ HTML ആയിട്ട്, ആഡ് ഇവന്റ് ലിസണർ ആയിട്ട്, അങ്ങനെയുള്ള ഡോം മാനിപ്പുലേഷൻസ് വളരെ ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഡീപ്പായിട്ട് നോക്കാനുള്ള കാരണം എന്താ വെച്ചാൽ റിയാക്റ്റിൽ വരുമ്പോൾ എന്താണ് ഡോം മാനിപ്പുലേഷൻ എന്നും ആ റിയാക്റ്റിലെ ഡോമും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, റിയാക്റ്റ് ഒന്നും കൂടി നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മൾ വളരെ ഡീപ്പായിട്ട് തന്നെ ഡോം മാനിപ്പുലേഷൻസ്, ജാവാസ്ക്രിപ്റ്റ് കോറിലെ ഡോം മാനിപ്പുലേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീപ്പായി നോക്കുന്നുണ്ട്. പിന്നെന്താണ്, എറർ ഹാൻഡ്ലിംഗ് ഉണ്ട്, അസിൻക്രണസ്, അതായത് സെറ്റ് ടൈം ഔട്ട്, സെറ്റ് ഇൻ്റർവെൽസ്, പ്രോമിസസ്, അസിങ്ക് അവൈറ്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക്കിൽ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ Node.jsലേക്ക് കിടക്കുകയാണ്. Node.jsൽ എന്താണ്, നമ്മളെന്താണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കും. നോൺ ബ്ലോക്കിംഗ് ആണ് Node.js, അതെന്തുകൊണ്ടാണെന്ന് നോക്കും. മൊഡ്യൂൾസ്, അതിൻ്റെ ഡിഫോൾട്ട്സ് മൊഡ്യൂൾസ് ആയ FS മൊഡ്യൂൾ, HTTP മൊഡ്യൂൾ, പാത്ത് മൊഡ്യൂൾ, ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റെഫർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും, എങ്ങനെ ഒരു മൊഡ്യൂളിനെ എക്സ്പോർട്ട് ചെയ്യലും റിക്വയർ ചെയ്യലും എങ്ങനെയാണെന്ന് നോക്കും. എന്താണ് NPM നോഡ് പാക്കേജ് മാനേജർ എന്താണെന്ന് നോക്കും, അതിൻ്റെ കമാൻഡ്സുകൾ നോക്കും, ഇവന്റ് ലൂപ്പ് നോക്കും. പിന്നെ അസിൻക്രണസ് പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് ഇവന്റ് ലൂപ്പ് വെച്ചിട്ട് കോൾ ബാക്ക് യൂസ് ചെയ്തിട്ട്, പ്രോമിസ് അല്ലെങ്കിൽ അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ Node.jsൽ അത് പോസിബിൾ ആവുമെന്ന് നോക്കും. പിന്നെ ഫയൽ സിസ്റ്റംസ് എന്തൊക്കെയാണ് നോക്കും, FS റീഡ് ഫയൽ, FS റൈറ്റ് ഫയൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ്, മേക്ക് ഡയറക്ടറി, റീഡ് ഡയറക്ടറി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് കാര്യം HTTP മൊഡ്യൂളാണ്. അതായത് റിക്വസ്റ്റ് റെസ്പോൺസ് എങ്ങനെയാണ് നമ്മളുടെ Node.js ഹാൻഡിൽ ചെയ്യുന്നുള്ളത് നോക്കും. അങ്ങനെ നമ്മളതൊക്കെ നോക്കിയതിന് ശേഷം എക്സ്പ്രസ് ഫ്രെയിംവർക്ക് നമ്മൾ നോക്കും. എക്സ്പ്രസ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും, എങ്ങനെ അതിൻ്റെ റൗട്ടിങ് ചെയ്യാമെന്ന് നോക്കും. അതായത് app.get, പോസ്റ്റ്, പുട്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് നോക്കും. പിന്നെ Node.jsഉം എക്സ്പ്രസ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ MySQLും MongoDB പോലുള്ള ഡാറ്റാബേസിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് നോക്കും. അതിൻ്റെ ഒരു കണക്ടിവിറ്റി നമ്മളിതിൽ റെഫർ ചെയ്യും. പിന്നെ എങ്ങനെ എറർ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ എങ്ങനെ Node.js ആപ്ലിക്കേഷൻ നമ്മളുടെ സെർവറിലേക്ക് നമ്മൾ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത് നോക്കും. അത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞതിന് ശേഷം എക്സ്പ്രസ്സും NestJSഉം യൂസ് ചെയ്ത് 3 വലിയ പ്രൊജക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏത് വെബ് ആപ്ലിക്കേഷൻ്റെയും മൊബൈൽ ആപ്ലിക്കേഷൻ്റെയും ബാക്ക് എൻഡ് വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതിനൊപ്പം തന്നെ ഏത് മൾട്ടിനാഷണൽ കമ്പനിയിലും ജോലി ചെയ്യാൻ ആവും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം നിങ്ങൾ അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ MySQL, അതുപോലത്തുള്ള MongoDB, ഇതുപോലുള്ള ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കും. നമ്മളുടെ അതിലുള്ള നോളേജ് നമ്മൾ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ജോലി ചെയ്യാനും ഒക്കെ വളരെ കോൺഫിഡൻസ് ഈ കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്താണ് ഈ API എന്നുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നില്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വിഗ്ഗിയുടെ ഒരു ഹോം പേജാണ്. അപ്പോൾ ഈ സ്വിഗ്ഗിയുടെ ഹോം പേജിൽ നമ്മളിവിടെ വന്ന് നമ്മളിവിടെ ഇൻസ്പെക്ട് ചെയ്ത്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ നെറ്റ്വർക്ക് ടാബ് പോയി അവിടെ ഞാൻ ഫെച്ച് XHR കൊടുത്തു, ഒന്ന് റീഫ്രഷ് ചെയ്യാണ്. ഇനി വന്നിട്ട് ഇപ്പം നമ്മളിവിടെ എന്താണ്, ഗെറ്റ് മെത്തേഡാണ്. ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടോ, ഇത് ഗെറ്റ് മെത്തേഡാണ്. ഇതിന് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മൾ
ഇവിടെ ഗെറ്റ് മെത്തേഡ്, ഇതിനെ ഞാൻ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. ഇതാണ് നമ്മളുടെ ഒരു API ലിങ്ക് എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ എന്ത് ചെയ്തു, വേറൊരു ടാബിൽ പോയിട്ട് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡാറ്റയാണ്, ഇതെന്താണ്, ഇത് കണ്ടോ, ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. ഈ ഒരു ഡാറ്റയാണ് നമ്മളുടെ എവിടെ വരുന്നത്, നമ്മളുടെ സ്വിഗ്ഗിയുടെ ഫ്രണ്ട് പേജിലുള്ള ഈ ഡാറ്റാസ് എല്ലാം എന്തിലായിരിക്കും, ഈ ഒരു APIയുടെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വെബ്സൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റാസ് ഫെച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ലിങ്ക് കണ്ടില്ല, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആകുന്ന എന്താണ്, ഈ ഒരു വെബ്സൈറ്റും കാര്യങ്ങളുമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു ഇമേജിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇമേജ് ID, ഈ ഇമേജ് IDയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ ഫയൽ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ, ഈ ബിരിയാണിൻ്റെ നമ്മൾ ലിങ്ക് നമ്മൾക്ക് APIയിൽ നിന്ന് എടുത്തിട്ടുള്ള ലിങ്കാണ്. ആ ലിങ്ക് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ ബിരിയാണി കിട്ടും. അപ്പോൾ ഇത് വരുന്നത് എന്താണ്, നമ്മളുടെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടിട്ടുള്ള ഈ ഒരു APIയുടെ ഉള്ളിൽ നിന്നാണ്, ഈ ഒരു ലിങ്കിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ള A to Z, അതായത് ടെക്സ്റ്റുകളാണെങ്കിലും ഇപ്പോൾ ബാനർ ഇമേജുകളാണെങ്കിലും, ഇപ്പോൾ ഇവിടെ കണ്ടോ, റെസ്റ്റോറൻറ്റ് ക്യൂറേറ്റഡ് ഫോർ PAV ബാജി. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടന്റ് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിലുണ്ടാവും. ഇപ്പോൾ ബാനർ ഇമേജിന് വരുന്നത് ഈ ഒരു കണ്ടന്റാണ്, റെസ്റ്റോറൻറ്റ് ക്യൂറേറ്റഡ് ഫോർ കോഫി. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടന്റൊക്കെ നമുക്ക് എന്താണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന എന്തെങ്കിലും ഒരു ഡാറ്റ ആയിരിക്കും അതുണ്ടാകുക. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു API, ഇതൊരു വലിയൊരു API ആണ്. ഏകദേശം എത്ര ലൈൻ ഉണ്ട്, ഒരൊറ്റ ഫെച്ചിൽ തന്നെ എത്ര ലൈൻ ഉണ്ട്, 6399 ലൈൻസുള്ളൊരു API ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള API ഇപ്പോൾ കാർഡ് ബൈ കാർഡായിട്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെ, അപ്പോൾ ഈ കാർഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ കാർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഇപ്പോൾ എവിടെയാണത് നമ്മൾ കണ്ടത് കാർഡ്, ഇതാ ഈ കാർഡ് എന്ന് പറയുന്ന API ഇതാണ്. അപ്പോൾ ആ കാർഡിൻ്റെ ഉള്ളിൽ എന്താണ്, വാട്ട്സ് ഓൺ യുവർ മൈൻഡ്, അത് വരുന്നതാണ് ഈ കാർഡാണ് കണ്ടോ, വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കംപ്ലീറ്റ് സംഭവങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കണ്ടിട്ടുള്ളത് കണ്ടോ. ഇപ്പോൾ ടൈറ്റിൽ വാട്ട്സ് ഓൺ യുവർ മൈൻഡ്, അതിൻ്റെ ഉള്ളിൽ എത്ര സംഭവങ്ങളുണ്ട്, ഇപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണെന്നുള്ളത്, പിന്നെ അതെന്താണ്, പിന്നെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും, ഏതൊക്കെ ഇമേജാണ് അതിൻ്റെ ഉള്ളിൽ വരേണ്ടത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെന്താണ് API യൂസ് ചെയ്തിട്ടാണ് ഫെച്ച് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള APIs എങ്ങനെയാണ് നമ്മൾ SQLോ MongoDB പോലുള്ള ഡാറ്റാബേസോ യൂസ് ചെയ്തിട്ട് നമ്മളുടെ Node.jsഉം കൂടി യൂസ് ചെയ്ത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജായ Node.jsഉം കൂടി യൂസ് ചെയ്ത് ഇത്തരത്തിലുള്ള API, ഇതുപോലുള്ള വെബ്സൈറ്റുകൾക്ക് ആവശ്യമായ API എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കെന്താണ്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് എന്താ ചെയ്യാം, അന്ന് എന്ത് ചെയ്യാം, Node.jsനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, Node.js പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ VS കോഡ് പോലുള്ള ഇതുണ്ടോ, ഇത് നമ്മളുടെ VS കോഡ് പോലുള്ള ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മളുടെ Node.jsൻ്റെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ്, VS കോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് കൂടി നമുക്ക് എന്ത് ചെയ്യാം, Node.js എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് മുതൽ തൊട്ടിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.